നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മുടെ ഫയർമാൻ ആൻഡ് ഫയർവുമന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ 13ാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഒരു 4-5 ക്ലാസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങ് തീർക്കുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഫയർമാന്റെ കംപ്ലീറ്റ് സ്പെഷ്യൽ ടോപ്പിക്കുകളും അങ്ങ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഈ ക്ലാസ്സിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഫയർമാന്റെ കയ്യിലിരിക്കുന്ന ഒരു ഡിവൈസ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇത് മിക്കവാറും നിങ്ങളുടെ ബസ്സുകൾക്കകത്തും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ബേക്കറികളിലും ഹോട്ടലിലും ഒക്കെ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ പൊതുവെ പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്നാണ്. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തന്നെ വിവിധ തരത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള PSC ക്ലാസ്സുകൾക്കും അതുപോലുള്ള നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അപ്പോൾ എന്താണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഗുണം എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അഗ്നിബാധയെ അതിന്റെ ഉറവിടത്തിൽ തന്നെ അല്ലെങ്കിൽ ഉറവിട ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതിന് ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന വിധത്തിൽ കുറഞ്ഞ അളവിൽ അഗ്നിശമന മാധ്യമങ്ങളോ ഉപാധികളോ അതാത് സ്ഥലങ്ങളിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോ ഇങ്ങനെ സൂക്ഷിക്കുന്ന തരത്തിലുള്ള അഗ്നിശമന ഉപാധികളെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുമ്പോഴത്തേക്കും മണല് വരാം. നമ്മൾ പഠിച്ചതാണ്. ചിലയിടത്ത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ബക്കറ്റിൽ മണൽ തൂക്കിയിട്ടേക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതെന്തിനാണ്? മണൽ കടത്തിന് വേണ്ടിയിട്ടല്ല, അത് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പെട്രോൾ പമ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഈ മണൽ തൂക്കിയിട്ടേക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഈ കട്ടിയുള്ള കമ്പിളി പുതപ്പ്, അതൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ഈ ഒരു ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് തന്നെ പറയുന്നത്. അപ്പോ ഈ പറയുന്ന തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ കോമൺലി ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെ? അപ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അഗ്നിബാധയെ എപ്പോഴും ചെയ്യേണ്ടത് അതിന്റെ ഉറവിട ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. കാര്യം ഈ അഗ്നിബാധ ഉയരാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ കൂടാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? അത് നിയന്ത്രണ വിധേയമല്ലാതെ മാറും. അങ്ങനെ നിയന്ത്രണ വിധേയമല്ലാതെ മാറിയാൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കൊണ്ടൊന്നും കളി തീരത്തില്ല. അപ്പോ അഗ്നിബാധ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഉറവിട ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതിന് ഏതൊരാൾക്കും പ്രയോഗിക്കാവുന്ന തരത്തിൽ കുറഞ്ഞ അളവിലെങ്കിലും അഗ്നിശമന മാധ്യമങ്ങളോ ഉപാധികളോ അതാത് സ്ഥലങ്ങളിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അഗ്നി പടരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബാധ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന തരത്തിൽ കുറഞ്ഞ അളവിലെങ്കിലും എന്ത് ചെയ്യുക, അഗ്നിശമന മാധ്യമങ്ങൾ അവിടെ തന്നെ വച്ചേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു അഗ്നിബാധ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് നിയന്ത്രണ വിധേയമല്ലാതെ തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പോയാൽ അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ എക്സൈസിന്റെയും അതുപോലെ തന്നെ ഫയർമാൻ ഫയർവുമന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ ആയാലും ഡിജിറ്റൽ നോട്ടുകളും അതിന്റെ മെറ്റീരിയൽസും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ ഇങ്ങനെ ആയി കഴിഞ്ഞു. അപ്പൊ എന്തായാലും അതിന്റെ പേയ്മെന്റ് ആയിട്ട് 100 രൂപ മാത്രമേ ഉള്ളൂ. ഇതുവരെ എടുത്ത 1ാമത്തെ ക്ലാസ് തൊട്ട് ഇപ്പൊ 13ാമത്തെ ക്ലാസ് വരെയുള്ള സകല നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്ക് റിവിഷൻസിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഈ ഒരു സിലബസിൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഏകദേശം 1000-ഓളം മെമ്പേഴ്സ് ഇപ്പൊ തന്നെ അതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. അഗ്നിബാധയെ അതിന്റെ ഉറവിട ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതിന് ഏതൊരാൾക്കും പ്രയോഗിക്കാവുന്ന തരത്തിൽ കുറഞ്ഞ അളവിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സാധനം അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളുടെ തീ അല്ലെങ്കിൽ അപായ സാധ്യതയെയും അഗ്നിയെയും അഗ്നിയുടെ തരത്തിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പരമാവധി നാശനഷ്ടം ഒഴിവത്തക്ക രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, അതാത് സ്ഥലങ്ങളിലെ അഗ്നിബാധയ്ക്കെതിരെ തീയുടെ ഉറവിട ഘട്ടത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതിനായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ,
അപ്പൊ വേറൊന്നുമല്ല, ഈ പറയും പോലെ ഒരു ഫാക്ടറിയിലാണ് തീ പിടിക്കുന്നത്, ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് തീ പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന തീ ഏത് തരത്തിലാണ്, ഒരു പെട്രോൾ പമ്പിലാണ് തീ പിടിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന തീ ഏത് തരത്തിലാണ് എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആ തീ അണയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള അഗ്നിശമന ഉപകരണങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിക്കാനായിട്ട്. അപ്പൊ വെറുതെ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരു സ്ഥലത്ത് തീ പിടിക്കാൻ സാധ്യതയുണ്ട്, അത് ഏത് തരത്തിലുള്ള തീയാണെന്നും അത് എങ്ങനെ നമുക്ക് അണയ്ക്കാമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് നമ്മൾ സ്ഥാപിക്കുന്നതിനായിട്ട്. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ ഈ പറയും പോലെ തീയുടെ തരത്തിനെ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ എന്ത് ചെയ്യാൻ, ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ തീ ഏതാണ്, ആ തീ നമുക്ക് ഏത് രീതിയിൽ അണയ്ക്കാൻ കഴിയും, അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു സ്ഥലത്ത് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സ്ഥാപിക്കാനായിട്ട്. അപ്പോ ഈ പറയുന്ന തരത്തിലുള്ള പ്രാഥമിക അഗ്നിശമന ഉപാധികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫയർ ബക്കറ്റ് ആണ്. നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്, ഞാൻ പറഞ്ഞു പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് എന്ത്, ഫയർ ബക്കറ്റ്. ഈ ഫയർ ബക്കറ്റിനകത്ത് എന്തൊക്കെ വെക്കാൻ വേണം, നമുക്ക് മണൽ വെക്കാം, വെള്ളം എന്നിവ നിറച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഫയർ ബക്കറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ നിറയ്ക്കാൻ കഴിയും, നമുക്ക് മണലോ വെള്ളമോ ഒക്കെ നിറയ്ക്കുന്നതിന് നമ്മൾ ഫയർ ബക്കറ്റ് എന്ന് പറയുന്നു. ഫയർ ബ്ലാങ്കറ്റ്, നല്ല കട്ടി കൂടിയ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ കമ്പിളി പുതപ്പ് കണക്കുള്ള ഒരു സാധനമാണ് ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റിങ്ക്യൂഷറുകളും നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി നമുക്ക് ഫയർ ബക്കറ്റ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മണൽ ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫയർ ബ്ലാങ്കറ്റോ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സോ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്നാണ്. അടുത്ത്, ഓരോ സ്ഥലത്തും സ്ഥാപിക്കേണ്ട എക്സ്റ്റിങ്ക്യൂഷറുകളുടെ ഇനവും അതുപോലെ അതിന്റെ എണ്ണവും അതാത് സ്ഥലത്ത് ഉണ്ടാകാനിടയുള്ള അഗ്നിബാധയുടെ തരം, അത് കത്താൻ പര്യാപ്തമായ വസ്തുക്കളുടെ അളവ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പെട്രോൾ പമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയർ ബക്കറ്റും ഫയർ എക്സ്റ്റിങ്ക്യൂഷറും വയ്ക്കുന്നു എന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള അഗ്നി ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യാനായിട്ട്, എക്സ്റ്റിങ്ക്യൂഷറുകൾ വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ചെറിയ തീയൊക്കെ ആണെങ്കിൽ നമുക്ക് ബക്കറ്റിനകത്ത് എന്താണ് ഈ മണൽ വാരി വെച്ചാൽ മതിയാകും. പക്ഷെ അവിടെ വലിയ സ്ഫോടന ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ മണൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, അവിടെ ഇന്റൻസിറ്റി കൂടിയ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ്, ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്താണ് തീയുടെ അളവും അതിന്റെ കത്താൻ പര്യാപ്തമായ വസ്തുക്കളുടെ അളവ് എന്നിവയെ ആശ്രയിച്ചിരിക്കണം അവിടെ വെക്കേണ്ട ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും എന്ന് പറയുന്നത്. അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടെയ്നറുകളിലെ മർദ്ദം എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിന്റ് എന്താണ്, അപ്പോൾ നമുക്കറിയാം ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ വെറുതെ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനകത്തും എന്തുണ്ട്, കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എന്തൊക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യം പറയുന്നത്, അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വർദ്ധിക്കുമ്പോൾ ഈ പറയുന്ന എക്സ്റ്റിങ്ഷൻ കണ്ടെയ്നറിലെ മർദ്ദം എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. അപ്പോ സംഭവം മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് തീ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഉള്ളിലെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. പിന്നെ എന്താണ് പറയുന്നത്, എക്സ്റ്റിങ്ക്യൂഷറുകളുടെ പ്രവർത്തന ശേഷം മർദ്ദം കൂടിയ കാർബൺ ഡയോക്സൈഡ് വാതകം കണ്ടെയ്നറിൽ അവശേഷിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാകുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്താണ്, നമ്മൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിനകത്ത് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്ത ശേഷം ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, റെസിഡ്യുവൽ ഗ്യാസ് അല്ലെങ്കിൽ അവശേഷിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമുക്ക് വീണ്ടും അടച്ചു വെക്കാൻ പറ്റത്തില്ല. യൂസ് ചെയ്താൽ അത് എന്താണ്, റീയൂസബിൾ ആണ്. റീയൂസബിൾ മീൻസ് ഒരിക്കൽ ഉപയോഗിച്ചു, ഇതിപ്പോ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്തു, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചു. അപ്പൊ കുറച്ച് തീയേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അങ്ങനെ യൂസ് ചെയ്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോയി റീഫില്ല് ചെയ്യണം. അല്ലാതെ പകുതി ഉപയോഗിച്ചിട്ട് പകുതി പിന്നെ ഉപയോഗിക്കാന്ന് പറഞ്ഞ് വെക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ അത് ഓപ്പൺ ചെയ്താൽ
ഇറ്റ് ഷുഡ് ബി റീയൂസബിൾ. ഓക്കെ, എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി റീഫില്ലബിൾ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീഫില്ല് ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പകുതി ഉപയോഗിച്ച് പകുതി പിന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി, ഒരു പരിപാടി ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്ന എന്താണ് ഈ ഒരു സിലിണ്ടറിനകത്ത് നടക്കത്തില്ല. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് 2 രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് എക്സ്റ്റിംഗ്വിഷറുകളിൽ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സ്റ്റിംഗ്വിഷറിലെ സുരക്ഷാ സംവിധാനത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒന്നാമത് പറയേണ്ടത് എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടെയാണ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നറിനുള്ളിലെ ഫയർ എക്സ്റ്റിംഗ്വിഷൻ കണ്ടെയ്നറിനുള്ളിലെ മർദ്ദം, പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. പ്രവർത്തനത്തിന് ശേഷം ഒരു സിലിണ്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനകത്ത് ഉണ്ടാവുന്ന റെസിഡ്യുവൽ ഗ്യാസ് അല്ലെങ്കിൽ മിച്ചം വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അപകടങ്ങൾക്ക് ഇടയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറിനകത്ത് 2 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ആണുള്ളത്, എക്സ്റ്റിംഗ്വിഷർ സിസ്റ്റംസ് ആണുള്ളത്. അത് സേഫ്റ്റി സിസ്റ്റം ആണുള്ളത്. അത് ഒന്നെന്ന് പറയുന്നത് വെന്റ് ഹോളും 2 എന്ന് പറയുന്നത് എന്താണ്, സ്നിഫ്റ്ററും. എന്താണ് 2 എന്ന് പറയുന്നത് സ്നിഫ്റ്ററുമാണ്. അപ്പൊ എന്താണ് വെന്റ് ഹോൾ, എന്താണ് സ്നിഫ്റ്റർ എന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിനകത്ത് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, കണ്ടല്ലോ, ഇതൊരു ഹോളാണ് കേട്ടോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ വെന്റ് ഹോൾ എന്ന് പറയുന്നത്. കണ്ടെയ്നറിന്റെ ഹെഡിൽ ഉണ്ടാക്കിയിട്ടുള്ള സുഷിരങ്ങളെ പറയുന്ന പേരാണ് വെന്റ് ഹോൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് സംഭവം എന്തെന്ന് മനസ്സിലായോ, ഇത് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഇങ്ങനെ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ബാക്കി വരുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ മുകൾ ഭാഗത്തുള്ളൊരു ടോപ്പ് പോർഷനിലുള്ള ഒരു കണ്ടെയ്നറിന്റെ ലിഡ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ കണ്ടെയ്നറിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളെ പറയുന്ന പേരാണ് എന്ത്, വെന്റ് ഹോള്. അപ്പൊ കണ്ടെയ്നർ ഹെഡിൽ ഉണ്ടാക്കിയിട്ടുള്ള സുഷിരങ്ങളെ പറയുന്ന പേരെന്താണ്, വെന്റ് ഹോൾ ആണെന്ന് അറിഞ്ഞിരിക്കുക. കണ്ടെയ്നറിന്റെ അടപ്പ് തുറക്കുന്ന സമയത്ത് റെസിഡ്യുവൽ എയർ വെന്റ് ഹോൾ വഴി പുറത്തേക്ക് പോകുന്നതിനാൽ അടപ്പ് തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായോ, കണ്ടെയ്നറിന്റെ അടപ്പ് തുറക്കുന്ന സമയത്ത് റെസിഡ്യുവൽ എയർ അല്ലെങ്കിൽ മിച്ചം വരുന്ന എയർ എന്ത് ചെയ്യുന്നു, വെന്റ് ഹോൾ വഴി പുറത്തേക്ക് പോകുന്നു. അതിനാൽ എന്ത് ചെയ്യുന്നു, അടപ്പ് പെട്ടെന്ന് തെറിച്ചിട്ടുള്ള അപകടങ്ങൾ, അതൊക്കെ തെറിച്ച് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോ അങ്ങനെ വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാവുന്ന ഗ്യാസ് പെട്ടെന്ന് ഒരു ബസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന എന്താണ്, ഈ പറയുന്ന കണ്ടെയ്നറുകളിലെ മുകളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളാണ്, അല്ലെങ്കിൽ വെന്റ് ഹോൾ ആണ്. അപ്പൊ ഓപ്പൺ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യുന്നു, ഈ ചെറിയ സുഷിരങ്ങൾ വഴി ആദ്യമേ അതിനകത്തുള്ള ഗ്യാസ് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് വഴി ഈ വെന്റ് ഹോൾ വഴി പുറത്തേക്ക് പോകുന്നു. അപ്പോ അവിടെ ഒരു അപകട സാധ്യത അവിടെ കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന വെന്റ് ഹോൾസ് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ കണ്ടെയ്നറിന്റെ ഹെഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ സുഷിരങ്ങളെ പറയുന്ന പേരാണ് വെന്റ് ഹോൾ എന്ന്. വെന്റ് ഹോളിന്റെ യൂസ് എന്താണ്, കണ്ടെയ്നറിന്റെ അടപ്പ് തുറക്കുന്ന സമയത്ത് റെസിഡ്യുവൽ ഗ്യാസ് എന്ത് ചെയ്യുന്നു, വെന്റ് ഹോൾ വഴി പുറത്തേക്ക് പോകുന്നു. അതിനാൽ അടപ്പ് തെറിച്ചിട്ടുണ്ടാവുന്ന അപകടങ്ങൾ എന്ത് ചെയ്യുന്നു, ഒഴിവാകുന്നു. ഓക്കെ, രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് സ്നിഫ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു പൈപ്പ് പോലെ, ഇതിനെ പറയുന്ന പേരാണ് സ്നിഫ്റ്റർ വാൽവ് എന്ന് പറയുന്നത്. സ്നിഫ്റ്റർ വാൽവ് കേട്ടോ. എന്താണ് ഈ സ്നിഫ്റ്റർ വാൽവ് എന്ന് അറിയാമോ, നമുക്ക് നോക്കാം. കണ്ടെയ്നറിന്റെ ഹെഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോൾ ടൈപ്പ് അഥവാ ഡിസ്ക് ടൈപ്പ് ആയിട്ടുള്ള വാൽവിനെ പറയുന്ന പേരാണ് സ്നിഫ്റ്റർ വാൽവ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഒരു ഹെഡ് പോർഷൻ, കണ്ടെയ്നറിന്റെ ഹെഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു വാൽവ് ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു പൈപ്പിനെ പറയുന്ന പേരാണ് എന്ത്, സ്നിഫ്റ്റർ വാൽവ് എന്ന് പറയുന്നത്. കണ്ടെയ്നറിന്റെ ഉള്ളിലെ നേരിയ മർദ്ദ വ്യത്യാസങ്ങൾ നിർവീര്യമാക്കുന്ന ആരാണ്, ഈ പറയുന്ന സ്നിഫ്റ്റർ വാൽവ് ആണ്. നമുക്കറിയാം ഇതൊക്കെ എന്താണ്, ഓരോ മെഷീൻ പോലത്തെ ഒരു ഡിവൈസ് ആണല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാവുന്ന ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മെഷീൻ കേടുവരുത്താനും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയാകും. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കണ്ടെയ്നറിന്റെ ഉള്ളിലെ പ്രഷർ വേരിയേഷൻസ് അല്ലെങ്കിൽ മർദ്ദ വ്യത്യാസങ്ങൾ നിർവീര്യമാക്കുന്നത് ആരാണ്, ഈ പറയുന്ന സ്നിഫ്റ്ററുകളാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോ എന്താ പറഞ്ഞത്, സ്നിഫ്റ്റർ എവിടെ കാണപ്പെടുന്നത്, കണ്ടെയ്നറിന്റെ ഹെഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോൾ ടൈപ്പ് അഥവാ ഡിസ്ക് ടൈപ്പ് ആയിട്ടൊരു വാൽവിനെ പറയുന്ന പേരാണ് സ്നിഫ്റ്റർ വാൽവ് അല്ലെ. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇതൊരു വാൽവാണ്. ഇതിനെ പറയുന്ന പേരാണ് സ്നിഫ്റ്റർ വാൽവ്. ഇതിന്റെ ഗുണം എന്താണ്, കണ്ടെയ്നറിന്റെ ഉള്ളിലെ നേരിയ മർദ്ദ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് നിർവീര്യമാക്കുന്നത്, അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന സ്നിഫ്റ്റർ വാൽവുകളാണെന്ന് അറിഞ്ഞിരിക്കുക. കണ്ടെയ്നറിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ വാൽവിലെ ബോൾ അഥവാ ഡിസ്ക് ഉയർന്ന് വായു എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഉള്ളിലുള്ള മർദ്ദം പ്രഷർ വർദ്ധിപ്പിക്കുമ്പോൾ ഈ വാൽവിലെ ബോൾ അല്ലെങ്കിൽ ഡിസ്ക് ഉയർന്നുകൊണ്ട് വായുവിനെ പുറത്തേക്ക് വിടുന്നു എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന കണ്ടെയ്നർ ഇതൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കണ്ടെയ്നർ ആണ്. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കണ്ടെയ്നറിലെ
പ്രഷർ വർദ്ധിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന വാൽവ് ഉണ്ടല്ലോ, ഈ വാൽവ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആകും. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ കൂടുന്ന പ്രഷർ അല്ലെങ്കിൽ അധികമായി വരുന്ന പ്രഷർ എന്ത് ചെയ്യുന്നു? ഈ വാൽവ് ഹോസ് വഴി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് അങ്ങ് പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഈ പറയുന്ന സ്നിഫ്റ്റർ വാൽവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പ്രവർത്തിക്കുന്ന സമയത്ത് ഉന്നത മർദ്ദം മൂലം ബോൾ അഥവാ ഡിസ്ക് ഉയർന്ന് പുറത്തേക്ക് പോകുന്നു. ഇതുവഴി എന്ത് ചെയ്യുന്നു? പുറത്തേക്കുള്ള ഒരു വഴി അടയുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ സംഭവം? വേറെ ഒന്നുമില്ല. ഈ നിങ്ങൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കൂടി ശ്രദ്ധിക്കേണ്ടത്, സ്നിഫ്റ്റർ വാൽവിന്റെ ഉപയോഗം ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടെയ്നറിന്റെ ഉള്ളിലെ പ്രഷർ വേരിയേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? മർദ്ദ വ്യത്യാസങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന സ്നിഫ്റ്റർ വാൽവ് ആണ്. പിന്നെ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഒരു പ്രധാന സുരക്ഷാ ഉപകരണത്തിന്റെ പേരാണ് വെന്റ് ഹോൾ എന്ന് പറയുന്നത്. വെന്റ് ഹോൾ എന്ന് പറയുമ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് വെന്റ് ഹോളുകൾ വരുന്നത്. ഈ വെന്റ് ഹോളിന്റെ ഗുണം എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ മിച്ചമുള്ള റെസിഡ്യുവൽ ഗ്യാസ് അല്ലെങ്കിൽ മിച്ചം വരുന്ന ഗ്യാസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നതിന് സഹായിക്കുന്ന ആരാണ്? വെന്റ് ഹോൾ ആണ്. ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന അധിക പ്രഷർ അല്ലെങ്കിൽ ഈ റെസിഡ്യുവൽ ഗ്യാസ് നിറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ അപകടങ്ങൾ ഈ അടപ്പൊക്കെ ഊരിത്തെറിച്ച് വരും. അങ്ങനെയുള്ള പെട്ടെന്നുള്ള പ്രഷർ വേരിയേഷൻസ് കാരണമുള്ള ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നത് ആര് തടയുന്നു? വെന്റ് ഹോളുകളും അതുപോലെ തന്നെ സ്നിഫ്റ്ററും തടയുന്നു എന്ന് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫയർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇത്രയും തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളെ കുറിച്ചാണ്. അപ്പൊ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. എത്ര തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്? ഒന്നാമത്തെ എന്താണ്? വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ. രണ്ടാമത്തത് ഗ്യാസ് കാട്രിഡ്ജ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ. മൂന്നാമത്തെ എന്താണ്? സ്റ്റോർഡ് പ്രഷർ എക്സ്റ്റിങ്ക്യൂഷർ. നാലാമത്തത് കെമിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ. അഞ്ചാമത്തത് മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ. ആറാമത്തത് DCP എക്സ്റ്റിങ്ക്യൂഷർ. ഏഴാമത്തത് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. നെക്സ്റ്റ് ക്ലാസ് നാളെ തന്നെ ഉണ്ടാവും. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കൂടി പഠിച്ചുകൊണ്ട് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ബാക്കി ടോപ്പിക്കുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. പിന്നെ നമുക്ക് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തരാനുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ. അപ്പോൾ ഫയർമാൻ ഫയർവുമൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നോട്ട്സ് മെറ്റീരിയൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 100 രൂപ എന്ത് ചെയ്യുക? ഈ പറയുന്ന നമ്പറിലേക്ക് 9911616927 എന്ന് പറയുന്ന നമ്പറിലേക്ക് 100 രൂപ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. ഒരു കാരണവശാലും ഈ നമ്പറിലേക്ക് വിളിക്കരുത്, ഇത് കോൾ എടുക്കാനുള്ള നമ്പർ അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ നേരത്തെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നമ്മുടെ എക്സൈസിന്റെ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ ഫയർമാൻ ഫയർവുമന്റെ ക്ലാസ്സുകൾ നമ്മുടെ 5 ക്ലാസ്സോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയർമാൻ ഫയർവുമന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 1-2 റിവിഷൻസും മോഡൽ എക്സാമും കൂടെ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങ് സെറ്റ് ആക്കുന്നു. അപ്പൊ എന്തായാലും ഡിസംബറിൽ നമ്മുടെ പരീക്ഷ വരുന്നുണ്ട്, ഫയർമാൻ ഫയർവുമൻ പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക? ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.